കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബസ്കർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തിയായ നിലപാടെടുക്കാൻ അന്നത്തെ സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാരും തയ്യാറായിരുന്നില്ല. നാരായൺപൂർ, കുണ്ടനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തിയായ ഇടപെടലും സമരവും ഉണ്ടായതിന് ശേഷമാണ് ഇത്തരം അക്രമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നിലപാട് പോലും ഉണ്ടായിട്ടുള്ളത്. അന്ന് കോൺഗ്രസിൻ്റെ കാലത്ത് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാനാവാത്തത്. അതേപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കാനും അവർക്ക് കോൺഗ്രസിന് കഴിയുന്നില്ല. പാർലമെൻറ്റിലും പുറത്തുമുള്ള സംഭവങ്ങൾ അതാണ് കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വേണം സഖാവ് സുവെങ്കടേഷിൻ്റെ മേലെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണമാണിപ്പോൾ സുവെങ്കടേഷ് മധുര MP, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഇന്ത്യൻ പാർലമെൻറ്റിൽ തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ CPIMൻ്റെ MP-യും പ്രമുഖ നേതാവുമായ സുവെങ്കടേഷിനെതിരായിട്ടുള്ള കടന്നാക്രമം സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് വലിയ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. വധഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ഇത് മതപരമായ പശ്ചാത്തലത്തിലല്ല, രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പാർലമെൻറ്റിലും ഏത് MP-യും ഭരണഘടനാ സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും സാധിക്കില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ വധഭീഷണിക്ക് വിധേയപ്പെടും, എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന പ്രയോഗം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ ഫാസിസത്തിൻ്റെ പ്രവണത ശക്തിയായ രീതിയിൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ്. ഇപ്പോൾ ഈ പുതു ഫാസിസ്റ്റ് ശക്തികളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ ശക്തികളാകെ ഒന്നടങ്കം മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് എന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.